ഞങ്ങളിപ്പം തമിഴ്നാട് ശ്രുതി സായി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളൊരു മോളുടെ ഒരു എക്സാം സംബന്ധിച്ച് ഞങ്ങളിപ്പം തമിഴ്നാട് ഈറോഡിലുണ്ട്. ഒരാഴ്ചയായിട്ട് നമ്മളിവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ വന്നിട്ട് ഞങ്ങൾ അപ്പോൾ അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് അറിഞ്ഞ് ശ്രുതി സായി ബാബയുടെ പുരാതന ക്ഷേത്രമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. വലിയൊരു മലയൊക്കെ കാണുന്ന കണ്ടില്ല, ആ മലയുടെ താഴ്വശമാണ് അമ്പലം. നല്ല അമ്പലമാണ്, പഴയ അമ്പലമാണ്. അങ്ങനെ അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിൽ വന്നതല്ലേ, ബാബയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നല്ല ആ വഴിയൊക്കെ നല്ല രസമാണ് കാണാൻ. വലിയൊരു മലയാണ്. മലയിൽ നമുക്ക് അവിടെ എപ്പോഴും നമുക്ക് കയറാൻ പറ്റത്തില്ല. ഒത്തിരി 2500 ഉയരത്തിലാണ് ഈ മല. അപ്പോൾ ഞങ്ങൾ മലയുടെ താഴ്വാരത്തിലൂടെയാണ് അവിടെ വന്നിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ആ പോകുന്ന വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഉണ്ട്. അപ്പം ഇങ്ങനൊരു അമ്പലം ഉണ്ടെന്ന് ഞങ്ങളുടെ ഹോട്ടലിലെ ഒരാളാണ് പറഞ്ഞത്. അത് അമ്പലമായി. അമ്പലത്തിൻ്റെ വഴിയിൽ വാതിൽ ഭാഗമാണ്. അവിടെ വെറ്റില മാലയും പൂവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തമിഴാണ് സംസാരിക്കുന്നത്. എന്തായാലും ഭഗവാനെയും കൂടെ അവിടെ വന്ന് കാണാൻ പറ്റിയത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഞങ്ങൾ എവിടെ പോയാലും അവിടെ ഒരു ശ്രുതി സായി ക്ഷേത്രം കാണും. അതുകൊണ്ട് ഈ മലയാണ്, ആ മലയുടെ താഴ്ഭാഗമാണത്. അവിടെ ശിവകുടുംബമാണെന്ന് ആ മലയ്ക്ക് മുകളിൽ ഭഗവാനും മക്കളും എല്ലാവരും ഇവിടെ കുടിവാഴുവാണ്. അതുകൊണ്ട് ശ്രുതി സായി ക്ഷേത്രം. ഈ നിൽക്കുന്നത് എൻ്റെ കൂടെ വന്ന കോളേജിൽ എക്സാം എഴുതാൻ മോളുടെ കൂടെ വന്ന ഒരു കുട്ടിയുടെ ചേച്ചിയാണ്. അങ്ങനെ അവരും ഞങ്ങളുടെ കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. ഞങ്ങൾ ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അങ്ങനെ അമ്പലം ഭഗവാനെ കാണുകയാണ്. നല്ല പഴയ ക്ഷേത്രമാണ്. അങ്ങനെ ഞാൻ മാലയൊക്കെ കൊണ്ടു കൊടുത്ത് ഭഗവാന് അർപ്പിക്കുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് പറഞ്ഞത്. ഭഗവാന് മാല ചാർത്തുന്നു. നമുക്കൊരുപാട് സന്തോഷമുണ്ട്. നമ്മളെവിടെ പോയാലും ഒന്ന് ഭഗവാനെ കാണാൻ പറ്റുമല്ലോ. അതിപുരാതന ക്ഷേത്രമാണെന്നാണ് പറഞ്ഞത്. പഴയ വിഗ്രഹമാണ്. ഭഗവാന്റെ അടുത്തുനിന്ന് എനിക്ക് പ്രസാദമൊക്കെ ഒരു കഷ്ണം മാലയൊക്കെ പൊട്ടിച്ച് ആ മാലയിൽ നിന്ന് എനിക്ക് കൊണ്ട് തരികയും എനിക്കത് വാങ്ങിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി. അല്ല, എൻ്റെ കൂടെ വന്ന ആളാണ്. ബാബയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജാതിമത ഭേദങ്ങളൊന്നുമില്ലാതെ തന്നെ ഭഗവാനെ ഒന്ന് കാണണമെന്ന് അതിനും ആഗ്രഹം തോന്നി. അങ്ങനെ എന്നോടൊപ്പം വന്നതാണ്. ബാബയ്ക്ക് അങ്ങനെ ഒരു മതത്തോടും ഇതില്ല. എല്ലാ മതവും ബാബയ്ക്ക് ഒന്ന് തന്നെയാണ്. ഭഗവാനെ കാണുക, അപ്പം നിങ്ങൾക്കും അതൊന്ന് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ലോകത്തിലുള്ള എല്ലാ ബാബ ഡിവോട്ടികൾക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇത് കണ്ട് ഭഗവാന്റെ ദർശന സൗഭാഗ്യം കൈവരട്ടെ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഞങ്ങളോട് എല്ലാ വിവരണങ്ങളും പറഞ്ഞു തരികയാണ്. അമ്പലത്തിൻ്റെ പഴക്കത്തെക്കുറിച്ചും അവിടുത്തെ വിഗ്രഹത്തെക്കുറിച്ചും അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ പോയ ദിവസം ഒരു തേഴ്സ്ഡേ ആയിരുന്നു തോന്നുന്നു. പക്ഷേ അന്ന് അവിടെ ആൾ കുറവായിരുന്നു. അവിടെ ആൾ വരുന്ന വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ഉണ്ട്. വൈകിട്ടൊക്കെയാണ്, കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് അവിടെ പൂജയും വിശേഷങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അന്നദാനങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. വ്യാഴാഴ്ച തോറും നമുക്ക് വ്രതമാണ്. പക്ഷെ അന്ന് തന്നെ ഭഗവാനെയും അവിടെ പോയി ദർശിക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. ചെറിയ ചെറിയ വിഗ്രഹങ്ങളും ഗണപതി ഭഗവാനും എല്ലാവരും ഉണ്ട് അവിടെ. പലതരം ഫോട്ടോകളും വിഗ്രഹങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കവിടെ നിൽക്കുമ്പം തന്നെ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഏത് ശ്രുതി ബാബയുടെ അമ്പലത്തിൽ ചെന്നാലും നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു എന്താണെന്ന് അതിന് അർത്ഥമാക്കാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. ആ ഇത് നമുക്ക് അവിടെ നിന്നും കിട്ടി. അവിടെ ചെന്ന് നിന്നപ്പോൾ നമുക്ക് എന്താണത് പറഞ്ഞ് നമുക്ക് മറ്റുള്ളവരെ ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അത്രയും നല്ലൊരു സന്തോഷവും മനസ്സമാധാനവും സുഖവും ഒക്കെ അവിടെ ചെന്ന് നിന്നപ്പോൾ നമുക്കുണ്ടായിട്ടുണ്ട്.
ശ്രുതിയിൽ ചെന്ന് നിൽക്കുന്ന അതേ ഇത് തന്നെയാണ് നമ്മൾ ബാബയുടെ ഏത് അമ്പലത്തിൽ ചെന്നാലും. നമുക്കെല്ലാ വിവരങ്ങളും ഇങ്ങനെ പറഞ്ഞു തരികയായിരുന്നു. നിറച്ച ആളായിരിക്കുമെന്ന് അവിടെ എല്ലാം പൂജയ്ക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ആളായിരിക്കും. അപ്പോൾ നമ്മൾ അന്നദാനത്തിനൊക്കെ അവിടെ ഇത് പൈസ കൊടുത്തപ്പോഴാണ് പറഞ്ഞത് ഇവിടെ അതൊക്കെ കഴിക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ്വാരകാമയി പോലെ ഇവിടെയും പടം, അതേപോലൊരു പടം വെച്ചിട്ടുണ്ട്. ശ്രുതിയിലെ പോലൊരു പടമൊക്കെ ഇവിടെ വെച്ച് എല്ലാവരും വന്ന് ഭഗവാനെ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ സന്ധ്യ ആയിക്കഴിഞ്ഞാലാണ് ഇഷ്ടംപോലെ ആൾക്കാർ വരുമെന്നാണ് പറഞ്ഞത്. നല്ലൊരു ശാന്തതയുണ്ട് അവിടെയകത്ത് നിന്നപ്പം. നമ്മളെവിടെ ചെന്നാലും ബാബയെക്കുറിച്ച് അന്വേഷിക്കും. അപ്പം ഞങ്ങൾ താമസിച്ച ഹോട്ടലിലെ ഉടമസ്ഥനാണ് പറഞ്ഞത് ഇവിടെ ഒരു അടുത്തൊരു അമ്പലമുണ്ട്, ഭവാനിയിലാണ്, ഈ റോഡിൽ ഭവാനിയിലാണ് ഈ ക്ഷേത്രം. അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമയാണ്. ആ മലയുടെ താഴ്വശമാണിത്. പക്ഷേ ഞങ്ങൾക്ക് മലയിലോട്ട് പോകാൻ പറ്റില്ല, വണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ അവിടെ ചെന്ന് വണ്ടി പിടിച്ച് വന്നതാണ്. വണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറവ് അങ്ങോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് ഈ അമ്പലത്തിലൊന്ന് വരണമെന്നായിരുന്നു. പക്ഷേ അതിൻ്റെ ആ സമയം വന്നാൽ നമുക്ക് മുകളിലൊന്നും കയറാൻ പറ്റത്തില്ല. അവിടെ ശിവനും കുടുംബവും ഒക്കെയാണ്, ശിവപാർവതി കുടുംബമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ആൾ പറഞ്ഞു, തിരുമേനി പറഞ്ഞു. ദ്വാരകാമയി പോലെ ഇവിടെയും അങ്ങനെ ഒരുക്കിയിരിക്കുകയാണ്. ഇവിടെയും ഉണ്ട് ഭഗവാൻ. ഈ ഫോട്ടോ തന്നെയാണ് അവിടെയും ശ്രുതിയിലും ഇരിക്കുന്ന, ദ്വാരകാമയിൽ ഇരിക്കുന്ന ഫോട്ടോ. ഞങ്ങൾ എവിടെ പോയി, അത് ഒരു ഹോട്ടലിൽ ചെന്നിട്ട് പോലും, ഞങ്ങൾ ചെന്ന ഹോട്ടലിൽ, എല്ലാ ഹോട്ടലിലും ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എല്ലായിടത്തും ബാബയുടെ ഫോട്ടോ ഉണ്ടെന്ന്. പക്ഷേ എല്ലായിടത്തും ഇല്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഞങ്ങൾ കയറിയ ഹോട്ടലിൽ ബാബയായിരുന്നു ഇരുന്നത്. അവിടെ ഞങ്ങൾ പറയുകയും ചെയ്തത് ബാബയുടെ വലിയ വിഗ്രഹങ്ങളും ഫോട്ടോകളും ബാബയെ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചതൊക്കെ. ഭഗവാൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ജീവി ഭഗവാൻ എവിടെയുണ്ടോ അവിടെ കാണും. ശ്രുതിയിൽ പോയപ്പോൾ ഞങ്ങൾ അവിടെയും കണ്ടു അകത്ത്, ഇതേപോലെ തന്നെ ഇവിടെയും, ഇതും ഈ അമ്പലത്തിനകത്ത് തന്നെയാണെന്ന് പറഞ്ഞു. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിയാണ്. ഭഗവാൻ അതിലൂടെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അതിനാഹാരം കൊടുക്കുന്നതാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എപ്പം നമ്മുടെ വീട്ടിൽ ഇതൊക്കെ വന്നാലും നമ്മൾ ഇതിന് ഒത്തിരി ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് ആ മലയാണ്, ആ മലയുടെ മുകളിലൊക്കെ കയറാമെന്നാണ് പറയുന്നത്. അത് എല്ലാ ദിവസവും ഇല്ല, ഏതൊക്കെയോ ഒരു ദിവസങ്ങളിലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കുറച്ച് സമയമൊക്കെ ഞങ്ങൾ നിന്ന് അവിടെ പ്രാർത്ഥിച്ച് മാലയൊക്കെ ചാർത്തി പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ മല ഞങ്ങൾ അവിടെ നിന്ന് കാണുകയാണ്. ഇത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന്, ഹോട്ടലിൽ വന്ന്, അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ദൃശ്യങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ നന്നായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇതെല്ലാം കൂടെ ഈ വീഡിയോയിലിട്ടാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയി പോവും. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ചുറ്റുമുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഇവിടെ നിന്നും കുറച്ച് ദൂരെയാണ് കോളേജ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഡെയിലി പോയി വരികയായിരുന്നു. അപ്പം അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിൻ്റെ മുകളിൽ കയറി നിന്നപ്പോൾ ഉള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ തിരിച്ചിങ്ങ് റൂമിൽ വന്നു. റൂമിൽ വന്നിട്ട് എൻ്റെ കൂടെ അവിടെ വന്ന് കിട്ടിയ നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു സുഹൃത്തായിരുന്നു. കോട്ടയത്തുകാരിയാണ്. അങ്ങനെ 3-4 ഫാമിലിയെ ഞങ്ങൾ പരിചയപ്പെട്ടു. അവരെയൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. നല്ല രസമാണ് അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കാൻ, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഡാമിലൊക്കെ പോയി. അതിൻ്റെയൊക്കെ വീഡിയോ വേറെ ഞങ്ങൾ ഇട്ട് തരുന്നതായിരിക്കും. നല്ല രസമാണ് അവിടെ നിന്ന് കാണാൻ.